ആക്ഷേപമില്ല, പരാതിയില്ല, അതിനൊരു തരത്തിൽ പോലും പരാതി പറഞ്ഞില്ല. വളരെ കൃത്യമായി കേരളക്കരയിൽ ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് നടപ്പിലാക്കി. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ അക്രമകാരികളുടെ പേരെന്താണെന്ന് അറിയുമോ? സഖാവ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാം. അവൻ ഏതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ അക്രമകാരി. ഇന്ത്യയിലെ ക്രിമിനൽ വ്യവസ്ഥിതിയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഹിന്ദു കള്ളൻ, മുസ്ലിം കൊലപാതകി, ക്രൈസ്തവനായ കള്ളൻ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. കള്ളനാണ്, അല്ലെങ്കിൽ കൊലപാതകിയാണ്, അതല്ലെങ്കിൽ അവൻ അക്രമകാരിയാണ്. അങ്ങനെ കാണാൻ പാടുന്നു. ഇവിടെ ഈ അടുത്ത് നമുക്കറിയാം, യഹോവ സാക്ഷികൾ കളമശ്ശേരി സാധുക്കളായ ഒരു വിഭാഗം ആളുകളാണ്. അതിനൊക്കെ നന്നായിട്ട് അറിയാം. സാധുക്കളായ ഒരു വിഭാഗം ആളുകൾ, അവരുടെ പ്രാർത്ഥനാ ഇടത്തിൽ ഒരു കോപം തോന്നി. ഞാൻ ആ സമയത്ത് ഒരു യാത്രയിലായിരുന്നു. എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചു. അധികവും മുസ്ലിം സുഹൃത്തുക്കളായ ആളുകളെ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കാണ്, എന്താ സാഹിബ് കേൾക്കുന്നത്? ഇതെന്താ സംഭവം? ആളെ പിടിച്ചോ? അവന്റെ ചോദ്യമൊക്കെ അങ്ങനെയാണെങ്കിലും എനിക്ക് സംഗതി മനസ്സിലായി, അവര് ബേജാറാണ്. കാരണം ഇതൊരു മുസ്ലിം ആയെങ്കിലോ എന്ന ഭക്ഷമാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് മുസ്ലിം ആയാലുണ്ട്, ഹിന്ദു ആയാലുണ്ട്, ക്രിസ്ത്യാനി ആയാലുണ്ട്, ചെയ്തവൻ തെമ്മാടിത്തരമാണ് ചെയ്തത്, തോന്നിവാസമാണ് ചെയ്തത്. അതിന് ഏത് മതം ഉത്തരവാദിയായിരിക്കണം? ഏത് മതം ഉത്തരവാദിയായിരിക്കണം? ഒരു മതം ഉത്തരവാദിയില്ല. എനിക്കൊരു വായൊന്നും തോന്നില്ല, വരട്ടെ നോക്കാന്നുള്ളതാണ്. ഇത്തിരി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരുടെയും വലിയ മെസ്സേജ്, ഓ പിടിച്ചൂട്ടാ, എനിക്ക് മാറ്റിനാണ്, ഓ സന്തോഷമായി, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞു ആളുകൾ. എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. കാരണം ആ ഒരു ഇസ്ലാമോഫോബിയ ഒരു ഗവൺമെന്റ് തന്നെ നേരിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത് അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരാശ്വസിച്ചു. എന്റെ ചോദ്യം അതല്ല. എലത്തൂരിലെ കേസിലെ നിങ്ങൾ കൊടുത്ത ഫൈൻഡിങ്സ്, അത് കൊടുത്തത് ഈ പറയുന്ന അജിത്താണ്, സഖാവ് പിണറായി വിജയന്റെ സർക്കാരാണ്. കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ കേസിന്റെ ഫീസ് ഊരിയിട്ട് ഇപ്പോൾ കോടതിയിൽ NIA കൊടുത്തിരിക്കുന്നത് ഇത് തീവ്രവാദ ആക്രമണമല്ല, ഒരാളുടെ സീരീസ് കണ്ടിട്ട് പ്രചോദനം എന്താണെന്നറിയാത്ത ഒരു ആക്രമണം മാത്രമാണ്. കേസ് വിടുമ്പോൾ 3 പേര് മരിച്ചു, 8 പേര് മരിച്ചു കളമശ്ശേരിയില്, 8 പേര്. ആ കേസിൽ NIA ഇല്ല. ആ കേസില് നിങ്ങൾ ചുമത്തിയ എന്താണ്? നിങ്ങളുടെ ഇവിടെ കോഴിക്കോട് കേസിൽ ചുമത്തിയ കേസ് നിങ്ങൾ അവിടെ കൊടുത്തില്ല. UAPA ഇല്ല. എന്താ UAPA ഇല്ലാത്തത്? ഞാനൊരു എനിക്ക് ഇക്കാര്യത്തിൽ കേരളത്തിൽ ഞങ്ങൾ നയിച്ചിട്ടുള്ള രാഷ്ട്രീയ മര്യാദ വെച്ച് ഞാൻ പറയട്ടെ, ഇത് അജണ്ടയാണ്. ഈ അജണ്ടയെ തിരിച്ചറിയട്ടെ. എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രീയം ഭരിക്കുന്നവന് വോട്ട് വേണോ? നിങ്ങൾ വോട്ട് കൊണ്ടുപോയിക്കോ. മനുഷ്യരെ തമ്മിൽ എന്തിനാ തെറ്റിക്കുന്നത്? ഇതൊക്കെ തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. ഒരു ചെറിയ കാര്യത്തിലല്ല, കൊടുക്കൽ വാങ്ങലുകളുടെ അങ്ങേ അറ്റത്തുള്ള രാഷ്ട്രീയ ആലോചനയാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു, ഈ അടുത്ത് ഏറ്റവും റീസെന്റ് ആയിട്ട് സഖാവ് പിണറായി വിജയൻ അവരൊരു കാര്യം മനസ്സിലാക്കി. മൈനോറിറ്റീസിന്റെ വോട്ടുകൾ കിട്ടാനുള്ള തന്ത്രങ്ങളൊക്കെ തൽക്കാലം മാറ്റിവെച്ചു. ഇനിയിപ്പോ അതൊന്നും നടപ്പിലാവില്ല. അതുകൊണ്ട് അവരുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും മറുഭാഗത്ത് വോട്ടുകൾ കേന്ദ്രീകരിപ്പിക്കാൻ ഏത് തരത്തിൽ ശ്രമിക്കണം എന്നതിന്റെ ആലോചനയാണ്. ഈ അടുത്ത് ഒരു പുസ്തക പ്രകാശനം നിങ്ങൾ കണ്ടല്ലോ, P. ജയരാജന്റെ പുസ്തക പ്രകാശനം. എന്താ പുസ്തകത്തിന്റെ തലക്കെട്ട് അറിയുന്നത്? EP ജയരാജന്റെ പുസ്തക പ്രകാശനം അല്ല, അതിന് മുമ്പൊരു പുസ്തകം. ഇപ്പൊ CPM നടക്കുന്ന വിവാദങ്ങൾ പുസ്തക പ്രകാശന വിവാദങ്ങളാണ്. P. ജയരാജന്റെ ഒരു പുസ്തകം, എനിക്കതിന്റെ തലക്കെട്ടാണ് ഭയങ്കര ഇഷ്ടമായത്. എന്താ അറിയുന്നത്? ഭീകരതക്കെതിരെ. ആര്? കേരളം കണ്ട ഏറ്റവും വലിയ കൊടും ഭീകരനാണ് ഭീകരതക്കെതിരെ പുസ്തകം എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ മനുഷ്യൻ ഹൈക്കോടതിയിലാണ്. എന്തിനാണ്? ഷുക്കൂർ എന്ന് പറയുന്ന ഒരു 19 വയസ്സുള്ള പിഞ്ചു പൈതലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉളുപ്പുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാ? എന്നിട്ട് ഭീകരതക്കെതിരെ പുസ്തകം എഴുതാൻ. ഇനി എന്താണ് ഈ ഭീകരത? ഒന്ന് പറഞ്ഞേ. ഭീകരത എന്താണ്? മതത്തിന്റെ പേരിൽ മാത്രമേ കുത്തിയാലേ കത്തി വയറ്റി കയറുള്ളൂ. മതത്തിന്റെ പേരിൽ പൊട്ടിച്ചാൽ മാത്രമേ ബോംബ് പൊട്ടൂ. ഈ കണ്ണൂരിൽ നിങ്ങൾ പൊട്ടിക്കുന്ന ബോംബൊക്കെ സ്നേഹബോംബ. കണ്ണൂരിൽ നിങ്ങൾ കടുത്തറുത്ത് കൊല്ലുന്നതൊക്കെ സ്നേഹത്തിന്റെ തലവരല്ല. അതും കൊലപാതകല്ലേ? അതിനും മരിക്കുന്നത് മനുഷ്യരല്ലേ? അതിനും അപകടപ്പെടുന്നത് മനുഷ്യർക്കല്ലേ? രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യരെ പച്ചക്ക് കൊല്ലുക, അവരെ നിരന്തരമായ രാഷ്ട്രീയ കലാപങ്ങൾ ഉണ്ടാക്കുക. ഈ കലാപങ്ങൾ ഉണ്ടാക്കുന്ന ആ കലാപങ്ങളിലെ പ്രതിയായ ഒരു മനുഷ്യൻ, എന്നിട്ട് അതിന് രസമുള്ളൊരു കാര്യമൊന്നുമല്ല. അതിൽ നമ്മളുടെ സഖാവ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റാണ്. അദ്ദേഹം പറയാണ്, മുസ്ലിം ഭീകരവാദികൾ, ഭയങ്കര ഭീകരവാദികൾ, കുഴപ്പക്കാര്, ജമാഅത്തെ ഇസ്ലാമി ഭയങ്കര കുഴപ്പമാണ്.
എപ്പോഴാണ് പിണറായി വിജയ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി കുഴപ്പമായി തുടങ്ങിയത്? ഞങ്ങളോടൊന്നും ചോദിക്കണ്ട, നിങ്ങൾ ജമാഅത്തിന്റെ അമീറിനെ വിളിച്ച് ചോദിക്കും എപ്പോഴാണ് നമ്മൾ യോഗ്യം വരുന്നത് ചോദിച്ചേക്കും. കേരളത്തിലെ എത്ര പഞ്ചായത്തുകളിൽ UDF അട്ടിമറിക്കാൻ നിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും സഖ്യമുണ്ടാക്കിയെന്ന് അവര് പറയും. ജമാഅത്തുകാർക്ക് അറിയാം. നിങ്ങൾ മറന്നുപോയാൽ നിങ്ങൾക്ക് ഇതിപ്പോ കുഴപ്പമാണ് ഇത് ജമാഅത്ത്. എന്നിട്ട് അതിനിടയ്ക്ക് പറയാം പിണറായി വിജയന്റെ പത്രസമ്മേളനം അദ്ദേഹം പറയാണ് അത് ശരിയില്ല, ജമാഅത്തെ ഇസ്ലാമി ശരിയില്ല, SDPI കുഴപ്പമാണ്, ഒക്കെ പുതിയ ബോധ്യം വന്നതാണ് എന്നിട്ട് പറയാൻ. പക്ഷെ ലീഗ് അങ്ങനെയല്ല. ലീഗ് ഒരു കൊള്ളാവുന്ന സംഘടനയാണ്. എന്റെ ഒക്കെ രോമം എടുത്ത് പിടിച്ചു പോയി. എനിക്കൊരു അഭിനന്ദനം എന്റെ പിണറായി വിജയ. ഈ മുസ്ലിം സംഘടനകളെ മുഴുവൻ ചീത്ത പിടിച്ചിട്ട് ഞങ്ങൾക്ക് തിരിഞ്ഞാൽ ആ തിരുമലിൽ സുഖം വരുന്നവരും ഈ പാർട്ടിക്കാർക്ക് ഇല്ലാതെ മനസ്സിലാക്കാൻ മതി. നിങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. ഒരു ഉളുപ്പില്ലാതെ അബ്ദുൽ നാസർ മദനിയെ അത് ആ പാര ലീഗിന് മാത്രമല്ല കേട്ടോ, ആ പാര BS കൂടിയുള്ള പാരയാണ്. BS പാര വെച്ച് കുറ്റിപ്പുറത്ത് അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇന്ദ്രനോടൊക്കും ഭവാൻ ചന്ദ്രനോടൊക്കും ഭവാൻ എന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിച്ച മനുഷ്യരാണ് ഇവിടെ വന്നിട്ട് ന്യായവാദങ്ങൾ പറയുന്നത്. എന്തു രാഷ്ട്രീയമാണിത്? 4 വോട്ടുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കറിയാം. കാരണം അമ്മാതിരി കക്കലാണ് കട്ടത്. ഒളിപ്പിക്കാൻ പ്രയാസം ഉണ്ടാവും. ഒളിപ്പിക്കാൻ പറയാം. ഇപ്പൊ ചിലതൊക്കെ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം UDF ചോദിക്കും, ഈ VD സതീശന് പ്രതിപക്ഷ നേതാവ് നിങ്ങളതൊരു പ്രശ്നം റൈസ് ചെയ്യാത്തത്? എന്റെ സഹോദരന്മാരെ, എത്രയെന്ന് വെച്ചിട്ടാണ് ഈ പ്രശ്നം റൈസ് ചെയ്യാൻ? 1 ആണോ 2 ആണോ 10 ആണോ 100 ആണോ? ഇത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വോട്ടുമെന്ന് കയറാൻ സമയം ഉണ്ടാവോ? അവനെന്റെ വീട്ടിലെ കാര്യം നടക്കട്ടെ. സെക്രട്ടേറിയറ്റിന് മുമ്പിലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ഇവര് വന്നവിടെ നിങ്ങൾ നമ്മൾ കണ്ടു എന്തായിരുന്നു, ഏതെല്ലാം പ്രശ്നങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള സ്വർണ്ണക്കടത്ത്, 100,000. ഞാൻ നിയമസഭയിൽ പറഞ്ഞു PS US-ലേക്ക് അൻവർ ഉണ്ടായിരുന്നു. US-ലേക്ക് 2020 ഞാൻ പറഞ്ഞു. സഖാവ് പിണറായി വിജയന്റെ മകളും ശിവശങ്കരനും നിയമസഭാ രേഖയിലുണ്ട്. US-ലേക്ക് പോയത് നിങ്ങൾ യാത്ര പോകുന്നതിന്റെ മുമ്പാണ്. എന്തിന്? CM-ന്റെ പാർട്ടി ഓഫീസിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത്? നിങ്ങൾ അതിന് എന്താ നിങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ട് ഒരു കാരണമില്ല. ഇവർ നേരത്തെ പോയി ഇവരുടെ ആളുകൾ അഴിമതിക്ക് സൗകര്യമുള്ളത് ചെയ്തു വെക്കുക. എന്നിട്ട് മുഖ്യമന്ത്രി ആരും അറിയാത്ത പോലെ 2ാമത് യാത്ര പോവുക. ഇനി അത് ഞാൻ ചോദിക്കണം, അതിന്റെ കുറെ സീരിയസ് ഉണ്ട്. കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും എന്തൊരു ബേജാറിലും ഇടങ്ങേറിലും നിൽക്കാൻ. ആ സമയത്ത് കിറ്റ് വിറ്റ് പൈസ ഉണ്ടാക്കിയ ആളുകളാണ് ഈ പറയുന്ന ഭരണകൂടങ്ങൾ. BP കിറ്റ് പോയി പൈസ ഉണ്ടാക്കി. പ്രളയം വന്നിട്ട് മൂക്കറ്റം വെള്ളത്തിൽ നിൽക്കാൻ. അപ്പൊ കക്കൽ ഏത് ജാതി കക്കല്? ഒരിക്കൽ എന്നോടുള്ള ചൂടാവാൻ കാരണം എന്താ വെച്ചാല്, ഒരിക്കൽ ഇയാൾ പറഞ്ഞു എല്ലാവരും പൈസ സക്കാത്തിന്റെ പൈസ ഇയാളെ ഏൽപ്പിക്കണം. എടോ, ഈ സക്കാത്തിന്റെ പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കള്ളന്മാരെ ഏൽപ്പിക്കാനേ പറ്റൂല. ഞാൻ അതുകൊണ്ട് പറഞ്ഞു സക്കാത്തിന്റെ പൈസ എന്തൊക്കെ തരാൻ പറ്റൂല. ആ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിന് എനിക്കത് എടുത്തുണ്ടാക്കിയ കേസ് എന്താണ്? അത് കഴിഞ്ഞിട്ട് കരിമണൽ വന്നു. കരിമണലിന്റെ ഓഫീസിൽ കർത്തയുടെ ഓഫീസിൽ എഴുതിയപ്പോ ഈ പൈസ മുഴുവൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസിലേക്കാണ്, മറ്റൊന്ന് ഊരാലുകളിലേക്കാണ്. ഇനി ഊരാലുകളിൽ ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ആണല്ലോ, ഈ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ തൊട്ടടുത്ത മണ്ണാർക്കാട്, അതല്ലെങ്കിൽ മറ്റൊരു പഞ്ചായത്ത്, പുതുനഗരം പഞ്ചായത്ത്, ഇവിടെയൊക്കെ നമ്മൾ പൊതുപ്രവർത്തകരെ കാണാം. ആരൊക്കെ എന്തൊക്കെ കളിയാക്കിയാലും നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അങ്ങാടിയിൽ കുഴഞ്ഞു വീണാലും പാഞ്ഞു ചെന്ന് അവനെ എടുത്ത് ട്രീറ്റ് ചെയ്യുന്ന സാധുക്കൾ ഈ പൊതുപ്രവർത്തനം എന്ത് നിങ്ങൾ പറഞ്ഞാലും രാഷ്ട്രീയ പ്രവർത്തനം ഒരു പൊതുബോധത്തിന്റെ ഭാഗമായും മാനുഷികതയുടെയും ഭാഗമായിട്ടാണ് എടുത്തറിഞ്ഞിട്ടാണ് നിങ്ങളും നമ്മളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് എല്ലാ പാർട്ടിക്കാരും. അത് ലീഗുകാരും കോൺഗ്രസ്സുകാരും UDF-കാരും എന്നല്ല, എല്ലാവരും. ഇവർക്കിടയിൽ കുറെ പാപം. ഞാൻ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായ ആളാണ്. അപ്പൊ എന്റെ നാട്ടിലൊക്കെ കാണും ഇങ്ങനെ കുറെ സാധുക്കൾ. അപ്പൊ നമ്മൾ ജീവിച്ചാൽ പഞ്ചായത്തിൽ ഒരു 10 ലക്ഷത്തിന്റെ വർക്ക്, ഒരു 15 ലക്ഷത്തിന്റെ വർക്ക്, മുനിസിപ്പാലിറ്റിയിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ അവർ വിളിക്കും. എടോ, നീ വെറുതെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല, ആ ഒരു വർക്ക് എടുത്തോ, നമ്മളൊരു 10 ലക്ഷത്തിന്റെ വർക്ക് എടുത്ത് തരാം. ഈ സാധു എങ്ങനെയെങ്കിലും അവിടുന്ന് കടം വാങ്ങി ഇവിടുന്ന് കടം വാങ്ങി ഒരു വർക്ക് തീർത്താൽ 25,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ. പിന്നെ ഈ പോക്കറ്റിൽ വലിയ പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ നടക്കുന്നതൊക്കെ വെച്ചിട്ട് കിട്ടിയിട്ടാണ്. അങ്ങനെ കുറെ പാവങ്ങൾ. PWD A സർട്ടിഫിക്കറ്റ്, B സർട്ടിഫിക്കറ്റ്, C. നിങ്ങൾ ആ ഒരു വർഗത്തെ നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ തെരുവിൽ കാണാൻ കഴിയില്ല. എവിടെ ഈ കോൺട്രാക്ടർമാർ? ഇവിടെ ഒരു പൊതുയോഗം നടക്കുക, തെരഞ്ഞെടുപ്പ് അല്ലാതെ കൂട്ട്
തെരഞ്ഞെടുപ്പിന് ചില നിബന്ധനകളുണ്ട്. തെരഞ്ഞെടുപ്പല്ലാതെ ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ പണ്ട് ഒരുപാട് വർഷങ്ങൾ എന്നോട് സുഹൃത്ത് ബാക്കെന്ന് പറയുന്നു. അങ്ങനെ വെക്കുകയാണെങ്കിൽ ആദ്യം എന്താ ചെയ്യാറുകൾ? 2 കോൺട്രാക്ടർമാരുണ്ട്, ഓരോട് പോയി ചോദിക്കാറുണ്ട്. എല്ലാ പാർട്ടിക്കാരും ആദ്യം ഓടുന്നത് കോൺട്രാക്ടർമാരുടെ അടുത്താണ്. അവരെന്തായാലും പൈസ കൊടുക്കും. ഇപ്പോഴെങ്ങാനും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ കോൺട്രാക്ടറുടെ വീടിന്റെ 1/2 കിലോമീറ്റർ പരിസരത്ത് വന്നാൽ അവർ കല്ലെറിഞ്ഞ് ഓടിച്ചു കൊടുക്കും. കാരണം അവർക്ക് പണിയെടുക്കാനില്ല. കോൺട്രാക്ടർമാർ അവരുടെ ടൂൾസ് മുഴുവൻ വിൽക്കാണ്, അവരുടെ ഉപകരണങ്ങൾ വിൽക്കാണ്. റോഡ് റോളർ വിറ്റു, എല്ലാം വിറ്റു. കാരണം എന്താണ്? ഒരാൾക്ക് വർക്കില്ല. വർക്കിന് പൈസ കൊടുക്കില്ല എന്ന് മാത്രമല്ല, വർക്ക് മുഴുവൻ ഊരാലിങ്കൽ എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാരിന്റെ ബിനാമി സൊസൈറ്റിക്കാണ്. എത്ര കോടികൾ നിങ്ങൾ കണ്ണു തള്ളിപ്പോകും. 1 അല്ല 10 അല്ല 100 അല്ല 1000 അല്ല. ഞാൻ നിയമസഭയിൽ ചോദിച്ചു, നിങ്ങള് ഇവരുടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ഫയൽ കണക്കെന്ന് പറയോ? എന്തേ കൊടുക്കാത്തത്? എന്തേ പറയാത്തത്? നിങ്ങൾ പറഞ്ഞ എല്ലാ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ വെക്കണോ? എല്ലാ രാഷ്ട്രീയക്കാരുടെയും പേര് നിങ്ങൾ പൊതുസമൂഹത്തോട് പറയും. ഈ രാജ്യം അറിയണ്ടേ? അപ്പൊ നിങ്ങൾ പറയും സൊസൈറ്റിയാണ്. സൊസൈറ്റി കോർപ്പറേറ്റ് ആയാൽ അതും താങ്ങി നടക്കണമോ? ഞാൻ ചോദിക്കട്ടെ, കോടാനുകോടി 1000കണക്കിന് കോടിയുടെ വരുമാനമുള്ള നിങ്ങളുടെ ഈ പറയുന്ന ഊരാലിങ്കൽ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ വെള്ളാന, ഈ വെള്ളാന, ആ വെള്ളാനയുടെ ആശ്രിതരായി നിൽക്കുന്ന CPM-ന്റെ നേതാക്കന്മാരല്ലാതെ ഈ പാലക്കാട് നഗരസഭയിൽ അതിന്റെ 10 രൂപ ആനുകൂല്യം പറ്റുന്ന ഒരാളെ നിങ്ങൾ കാണിച്ചു തരുമോ? ആർക്കാണ് ഈ പറയുന്ന ഊരാളികൾ എന്ന് പറയുന്ന ഈ വെള്ളാനയുടെ ഫലമായി കിട്ടുന്ന ഗുണം? എല്ലാത്തിനും എത്ര ഇനി അത് ഊരാളികൾ ഒരു ഭാഗത്ത് കക്കുകൾ, കോടികൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഉണ്ടായിരുന്ന, ഞാൻ നമുക്ക് നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി G. സുധാകരനാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗവും വലിയ ഇഷ്ടത്തിൽ നിയമസഭയിൽ കേൾക്കുന്ന ഒരാളാണ്. സംഗതി ഒരു വലിയ മൂരാച്ചി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും നല്ല വിവരമുള്ള, നല്ല സത്യസന്ധനായ, ഒരു അഴിമതി ആരോപിക്കാൻ കഴിയാത്ത മാന്യനാണ് അയാൾ. ഊരാലിങ്കലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു. സഖാവ് പിണറായി വിജയൻ 2ാം സർക്കാർ വന്നപ്പോൾ മരുമകന് പൊതുമരാമത്ത് കൊടുത്തു, വെറുതെ കൊടുത്തതാണ്. പക്ഷെ പൊതുമരാമത്ത് അവന്റെ കയ്യിലല്ല, ഊരാലിങ്കലിന്റെ കയ്യിലാണ്. ഊരാലിങ്കൽ അത് വെച്ച് പണമുണ്ടാക്കുകയാണ്, കോടി. ഊരാലിങ്കൽ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്ത് പോയിട്ട് ഒരു കേരളയിൽ കൊണ്ടുപോകും. നിങ്ങൾക്ക് ആർക്ക് ഓർമ്മ? പ്രതിപക്ഷം എന്താ പറയാത്തത്? നിങ്ങൾക്ക് ആർക്ക് ഈ കേരളയിൽ ഓർമ്മ ഉണ്ടോ? 1000കണക്കിന് കോടിയുടെ കൺസൾട്ടൻസി പണം കേരളം വാങ്ങിയ അഴിമതിയാണ്. എവിടെ? കേരളയിൽ പോയി ഞങ്ങളെല്ലാം പ്രതിപക്ഷന്റെ കൂടെ കേരളയിലെ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അത വരുന്ന വേറൊരു വണ്ടി K-ഫോൺ. കേരളയിൽ പോയി K-ഫോൺ. ഈ K-ഫോൺ ഏത് കാലത്ത് സാറ്റലൈറ്റ് ഇന്റർനെറ്റിനെ കുറിച്ച് നിനക്ക് അറിയോ? 40ഓളം രാജ്യങ്ങളിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റാണ്, സാറ്റലൈറ്റ് ഫോണാണ്. ഇന്ത്യ സാറ്റലൈറ്റ് ഫോണിൽ കരാറ് വെച്ചു. എലാൻ മസ്ക് 17 രാജ്യങ്ങളിൽ സാറ്റലൈറ്റ് ഫോൺ നടപ്പിൽ വരുത്തി. നാളെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യൂ എന്ന് പറയില്ല, നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം. ആ സാറ്റലൈറ്റ് ഫോൺ ഉള്ള സമയത്താണ് പണ്ട് ഏഷ്യാനെറ്റ് കേബിളുകാർ നെറ്റ് കൊടുത്താൽ മാതിരി വയറും തലയിൽ വെച്ച് കുറെ സഖാക്കൾ നെറ്റ് കൊടുക്കാൻ. ഈ 2023-24 അതേപോലെ ആ K-ഫോണിന്റെ അഴിമതികൾ അതിന്റെ പുറകിൽ ഞങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അതായിരുന്നു K-ബസ്. എവരുടെ K-ബസ് ഉള്ളത്? എത്ര കോടി അമുക്കിയത് ആ ബസ് അവിടെ. പിന്നെ വേറൊരു ബസ് ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോയ, വേറെ കോടികൾ മുടക്കിയ ആലിബാബയിൽ 41 കള്ളന്മാർ പറഞ്ഞു. അതിന് മുഖ്യമന്ത്രി 20 കള്ളന്മാർ യാത്ര ചെയ്ത